As a director, you know ഇത് ഇവിടെ വർക്ക് ആവും. അതൊക്കെ അറിയാമല്ലോ. യു സീൻ ദ മൂവി, സീൻ ദ റിയാക്ഷൻസ്, യു നോ വാട്ട് ഇസ് ഗോണ ഹാപ്പൻ. അപ്പൊ ഒരു ജഡ്ജ്മെന്റ് എനിക്ക് നേരത്തെ എനിക്കുണ്ട്. അപ്പൊ അത് ഇപ്പൊ എന്താ പറയുക, കഷ്ടപ്പെട്ട് ഇനി എന്താ പറയാ കണ്ട അഭിപ്രായം ഞാൻ എന്തിനാ അഭിപ്രായം ചെയ്യും. ഐ നോ വാട്ട് ഇസ് അഭിപ്രായം, മനസ്സിലായോ? ചില ആളുകൾ വിളിച്ചിട്ട് ഔട്ട് ഓഫ് ദ ഹാപ്പിനെസ് ഞാൻ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ താങ്ക് യു എന്ന് പറയും, കഴിയും. കുറ്റം പറഞ്ഞ് വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ എന്റർടൈൻ ചെയ്യാറില്ല ആരും. മൂവി ലവർ ആണ്, മൂവി സിനിമകൾ കാണാനും സിനിമ ക്രിട്ടിസൈസ് ലൈക്ക് ഇൻ എ ഗുഡ് വേ. നമ്മുടെ ഐ ഡോണ്ട് ക്രിട്ടിസൈസ് ബട്ട് നമ്മൾ കാണുന്ന ഓക്കെ ലൈക്ക് യു നമ്മള് മൈൻഡിൽ പറയല്ലോ അല്ലെ, ഓക്കെ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ നമ്മൾ സെൽഫ് ടോക്കിംഗ് പോലെ ചെയ്യുന്ന പോലെ. സോ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ വാവ്, എനിക്ക് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ഇൻ എ ഗുഡ് വേ. നമുക്കൊരു സിനിമയുടെ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി, നല്ല രസമായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് അതാ ഞാൻ പറയണു, ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു, അവർ ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ നമുക്ക് അതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് അവരെക്കാട്ടും നന്നായി ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു റോൾ ഒന്നുമില്ല. എന്നാള് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് കാർത്തിക് ശങ്കറിന്റെ അടുത്ത് ചോദിച്ചു, ഒരു എന്നെ കൊണ്ട് ഒരു ക്യാരക്ടർ ഓൾറെഡി ചെയ്തൊരു ക്യാരക്ടർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് റോൾ ഡു യു റെക്കമെൻഡ് ഹിം ടു ഡു? അപ്പോൾ കാർത്തിക് പറഞ്ഞു സർഗം സിനിമയിലത്തെ കുട്ടനമ്പുരാൻ എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് പറഞ്ഞു, എനിക്ക് ആരെങ്കിലും അങ്ങനെ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി കുട്ടനമ്പുരാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെയല്ല, സച്ച് എ ഹ്യൂജ് സ്കോപ്പ് ടു പെർഫോം. മനോജ് കെ ജയൻ ചേട്ടൻ പൊളിച്ചടക്കിയ സാധനം. ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായത് ആ സിനിമ